ഈശോയെ, അങ്ങയുടെ അനന്തമായ കരുണയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി, അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന ഈ സമയം ഞങ്ങൾക്കായി അങ്ങ് നൽകിയ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അങ്ങ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരും. ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യങ്ങൾ നൽകും. പരിശുദ്ധാത്മാവെ, ഇന്ന് ഞങ്ങളോട് കൂടെ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കണമേ. കാരണം പാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ചും പ്രായശ്ചിത്തത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, അങ്ങ് വന്ന് ഞങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകിയില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനം വ്യർത്ഥമായി പോകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ സിഹിയോനൂട്ടുശാലയിലെ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലിയോ 14 മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും നേതാക്കന്മാർ പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മള് കഴിഞ്ഞ ആഴ്ചയിലെ ഞാനും ഇച്ചിരി സിക്ക് ഇതിലൊക്കെ ആയത് കാരണം അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി പേര് വോയിസ് ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ അത് ഏതാണെങ്കിലും ആ കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും കൂടി ഈ ആഴ്ചയിൽ ഇടാൻ ഓർക്കണേ. അപ്പം 3 അധ്യായങ്ങൾ, 2ാം ഭാഗത്തിന്റെ 3 അധ്യായങ്ങൾ നമ്മൾ തീർത്തു. 4ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. ഈ 2ാം ഭാഗം പൂർണ്ണമായിട്ടും പാപത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അനുദപിക്കുന്നതിനെ കുറിച്ച്, ഒരു അനുദപിക്കുന്ന ഹൃദയത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും മാനസാന്തരത്തിന്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമുക്കപ്പം 4ാമത്തെ അധ്യായം വായിച്ച് തുടങ്ങാം. ഓക്കെ, ആരെങ്കിലും ആദ്യത്തെ ഒരു ഭാഗവും നമ്പർ 1 എന്നുള്ളതും കൂടെ വായിച്ചോളൂ. പൂർണ്ണ അനുതാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ. നമ്മുടെ യഥാർത്ഥ മാനസാന്തരത്തിന് ദൈവത്തിൻ്റെ ഔദാര്യത്തെയും താരതമ്യം ചെയ്യാനാവാത്ത വിശ്വസ്തതയെയും അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെയും കുറിച്ച് അവബോധമുള്ളവരാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മാനസാന്തരത്തിന്റെ ഏറ്റവും അതിന്റെ ബേസ് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഔദാര്യം, പിന്നെ അവിടുത്തെ വിശ്വസ്തത, അവിടത്തേക്ക് നമ്മളെ കുറിച്ചുള്ള സ്നേഹം. ഇതിനെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ മാനസാന്തരം ഉണ്ടാവുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ പ്ലീസ്. ദൈവത്തിന്റെ ഔദാര്യവും നമ്മുടെ വിലയില്ലായ്മയും നാം നമ്മെ തന്നെ എളിമപ്പെടുത്തുകയും നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികളെ പോലും ഒന്നുമില്ലായ്മയായി പരിഗണിക്കുകയും വേണം. നമുക്ക് സാധ്യമായ എല്ലാ നന്മകളും ചെയ്യുന്നതിന് നാം സദാ സന്നദ്ധരും
തീക്ഷ്ണമതികളുമാണെങ്കിലും എപ്പോഴും നമ്മുടെ ബോധതലത്തിലുണ്ടായിരിക്കേണ്ട ചിന്ത നമ്മിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നിന്നുമാണ് ഇതെല്ലാം വരുന്നത് എന്നാണ്. യെശയ്യാ പ്രവാചകനും പൗലോസ് അപ്പോസ്തലനും പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോ സൽപ്രവർത്തികൾക്ക് ശേഷം നമ്മെ തന്നെ ഉപയോഗശൂന്യരായ ദാസന്മാരായി കരുതിയാൽ മതി. അപ്പം ഇവിടെ കാണുവാണ് നമ്മൾ ദൈവത്തിന്റെ ഔദാര്യവും നമ്മുടെ വിലയില്ലായ്മ. അതായത് നമ്മൾ എന്ത് ചെയ്താലും, എന്തെല്ലാം വലിയ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ എവറി ആക്ഷൻ ഹാസ് an opposite and equal reaction എന്ന് ഫിസിക്സിൽ നമ്മൾ പറയാറില്ലേ. ശരിക്കും ആ റിയാക്ഷൻ ആണ് നമ്മളുടെ അടുത്തുനിന്ന് വരുന്നത്. അതിൻ്റെ ഉത്ഭവം കാരണമായിട്ടുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമാണ് അവിടെ കാറ്റലൈസ്ഡ് ചെയ്യുന്നത്. അതായത് ദൈവം അനക്കിയത് കൊണ്ടാണ് നമുക്ക് അനങ്ങാൻ പറ്റുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ഇട്ടുതന്ന ചിന്തയാണ് നമുക്ക് ആ ചിന്തയിലേക്ക് കയറാൻ പറ്റിയത്. അല്ലാണ്ട് നമ്മളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും നന്മയോ പുണ്യമോ ഇതൊന്നുമല്ല. അത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് സാധ്യമായ എല്ലാ നന്മകളും ചെയ്യുന്നതിന് ഞാൻ എപ്പോഴും സന്നദ്ധരായിരിക്കണം, തീക്ഷ്ണമതികളായിരിക്കണം. പക്ഷെ എന്നിട്ട് പറയുവാണ് ഇതെല്ലാം ദൈവത്തിൽ നിന്നുമാണ് വരുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. എന്നിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് ലൂക്കയുടെ സുവിശേഷത്തിലെ ഒരു ദാസന്റെ ഉപമ പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എന്തെല്ലാം ചെയ്തിട്ടും ദാസൻ യജമാനന്റെ ഒരു നന്ദി വാക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ദാസൻ വയലിൽ പോയി പണിയെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും യജമാനൻ വീട്ടിലിരിക്കുന്ന യജമാനൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ദാസൻ വിശന്ന വയറുമായിട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കി യജമാനന് കൊടുത്തു. യജമാനന് സെർവ് ചെയ്തു. യജമാന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിച്ചു. പക്ഷെ ഇതിനൊന്നും യജമാനൻ ഈ ദാസന് നന്ദി പറയുന്നില്ല. അപ്പൊ ദാസൻ ഇത്രേ പറയുന്നുള്ളൂ, അതായത് ഞാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ദാസനാണ്, ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതൽ ഒന്നും നന്ദി പറയാനും മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു നമ്മുടെ മനോഭാവമാണ് നമ്മളെ ആ നമ്മുടെ വിലയില്ലായ്മ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ അതായത് ഈ ദൈവത്തിന്റെ ഔദാര്യം എന്ന് നമ്മൾ പറയുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഇതാണ്. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു ഇതാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയും ഒക്കെ പറഞ്ഞതാണ് ധൂർത്തപുത്രന്റെ ഉപമയെ കുറിച്ച്. ധൂർത്തപുത്രന്റെ ഉപമയില് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഇളയപുത്രൻ. നമ്മൾ പറയും ഇളയപുത്രൻ വന്ന് തിരിച്ചു വന്ന് പിതാവിൻ്റെ അടുത്ത് തിരിച്ചു വന്ന് അല്ലെങ്കിൽ സ്വഭവനത്തിൽ തിരിച്ചു വന്ന് മാനസാന്തരപ്പെട്ട് അതാണ് ഏറ്റവും വലുതെന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ആ ഇളയപുത്രന്റെ തിരിച്ചു വരവിലും നമ്മൾ കാണുന്നത് പിതാവിൻ്റെ ഔദാര്യമാണ്. കാരണം പിതാവ് ധൂർത്തനായ പിതാവ് എന്ന് പറയണം എന്നാണ് എല്ലാവരും പറയുന്നത് ആ ഉപമയെ കുറിച്ച്. കാരണം ധൂർത്തപുത്രൻ അതായത് ഇളയപുത്രൻ തിരിച്ചു വന്നത് മാനസാന്തരപ്പെട്ടിട്ടൊന്നും അല്ല, വിശന്നിട്ട് തിരിച്ചു വന്നതാ. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തിരി ഭക്ഷണമെങ്കിലും കിട്ടും എന്ന് കരുതി തിരിച്ചു വന്നത്, അല്ലാണ്ട് പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞത് കൊണ്ടോ പിതാവ് എത്രയോ മഹാനാണ്, പിതാവ് എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അങ്ങനത്തെ ഒരു ചിന്തയും ഇളയപുത്രൻ ഉണ്ടായിട്ടില്ല. ഇളയപുത്രൻ ആകെ വന്നത് ഭക്ഷണം കിട്ടും എന്ന് വിചാരിച്ചിട്ട്. കാരണം വിശന്ന് വയറ് കത്തിക്കരിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു എന്നാ പിന്നെ ഇതിനെക്കാട്ടി നല്ലത് വീട്ടിൽ പോകുന്നതാണ്. ഈ പന്നികളുടെ ഇടയിൽ കിടക്കുകയും വേണ്ട, കിടക്കാൻ അയച്ചൊരു സ്ഥലവും കിട്ടും, ഇത്തിരി ഭക്ഷണവും കിട്ടും. അല്ലാണ്ട് അപ്പന്റെ സ്നേഹത്തിന് വേണ്ടിയല്ല തിരിച്ചു വന്നത്.
അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൻ ഇതൊന്നും നോക്കിയില്ല. അപ്പൻ എന്തൊന്നും മനസ്സിലായില്ലേ? അപ്പൻ ഇതെല്ലാം മനസ്സിലായി. പക്ഷെ അപ്പന്റെ ഔദാര്യം മകന്റെ രണ്ട് മക്കളുടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ അപ്പൻ ഇന്നും ആ അപ്പനായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവം എന്തെങ്കിലും തരും എന്ന് വിചാരിച്ചിട്ടല്ലേ? ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ദൈവം നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടത്തി തരും. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്നേഹം നമ്മുടെ സ്നേഹം ദൈവത്തിന് കൊടുക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു നല്ല ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ദൈവത്തെ അതായത് എൻ്റെ അപ്പനോടുള്ള സ്നേഹം കാരണം അപ്പനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന എത്ര പേരുണ്ടാവും എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എത്രയോ ചുരുക്കമായിരിക്കും. ഐ ലവ് ജീസസ് ജസ്റ്റ് ബിക്കോസ് ഐ ലവ് ഹിം. അതായത് ഒരു കാരണവുമില്ലാതെ എൻ്റെ ഒരു കാരണമില്ലാതെ നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കേണ്ട ഒരു കാരണമില്ലെന്ന് നമ്മളെങ്ങനെ പറയും? കാരണം നമുക്ക് എല്ലാ കാരണങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ കാരണങ്ങളിൽ പോലും നമ്മൾ നമ്മുടെ സ്വാർത്ഥത കയറ്റിയിട്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഔദാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയില്ല എത്ര പറഞ്ഞാലും അതിനെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും അത്രയ്ക്കും ഔദാര്യമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. അതായത് ആ ധൂർത്തപുത്രനെ, ഇളയ പുത്രനെ അകലെ നിന്ന് വരുന്നത് കണ്ടിട്ടേ അവിടെ നിന്ന് ഓടി പോയി കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാ പറയുന്നത്. അതായത് അവൻ അവൻ ഇന്നതൊക്കെ പറയും, അവൻ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ചെയ്യാം, അങ്ങനെ ഒന്നുമല്ല. ആ പിതാവിന്റെ സ്നേഹം മകന്റെ ആ ഒരു തിരിച്ചുള്ള ഒരൊറ്റ നടപ്പില് അപ്പൻ ആ സ്നേഹം കൊണ്ട് മകനെ അങ്ങോട്ട് മറച്ചു കളഞ്ഞു. അതായത് അപ്പന്റെ സ്നേഹത്തിന്റെ അങ്കിയാണ് മകനെ ആദ്യം ഉടുപ്പിച്ചത്. കാരണം അവൻ മുഴുവൻ ചെളിയിൽ പൊതിഞ്ഞ് വന്നതായിരുന്നു. കാരണം പന്നിക്കൂട്ടിൽ നമുക്കറിയാലോ, പന്നികള് വളരുന്ന കുഴി എത്രമാത്രം ശുചിത്വം ഉണ്ടാവും, എത്രമാത്രം നല്ല സ്മെല്ല് ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി, അവന് വേറെ കുളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് നേരെ ഇറങ്ങി മുഷിഞ്ഞെന്നല്ല, നാറുന്ന വസ്ത്രവുമായിട്ട് തിരിച്ചു വരുന്ന മകന്റെ അടുത്തേക്ക് അപ്പൻ ഓടിച്ചെല്ലുന്നു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ നമ്മുടെ അപ്പന്റെ നമ്മളോടുള്ള സ്നേഹമാണ്. അത് നമ്മളുടെ നന്മ കണ്ടിട്ടല്ല, നമ്മളുടെ ഒരു നന്മയും കണ്ടിട്ടല്ല. നമ്മുടെ എന്ത് നന്മ കണ്ടിട്ട് ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടാണോ? നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടാണോ? നമ്മളിലുള്ള പുണ്യങ്ങൾ കണ്ടിട്ടാണോ? ഒന്നുമല്ല. അതിനേക്കാളൊക്കെ ഉപരിയാണ് ദൈവത്തിന്റെ സ്നേഹം. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ അപ്പന് നമ്മുടെ നീതി അനുസരിച്ച് അപ്പൻ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. കാരണം ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഇതനുസരിച്ച് അപ്പനോട് വന്ന് എൻ്റെ ഓഹരി എനിക്കിതാ എന്ന് പറഞ്ഞ്, അതായത് അത് തന്നെ അപ്പനെ വെട്ടുന്ന രീതിയാണ്. അതായത് അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഓഹരി വേണം എന്ന് പറയുന്നത് തന്നെ അപ്പനോടുള്ള ആ സ്നേഹത്തിന്റെ ആ കുറവാണ് അവിടെ തന്നെ കാണുന്നത്. എന്നിട്ടും അപ്പൻ സന്തോഷത്തോടുകൂടെ എല്ലാം കൊടുത്ത് എല്ലാം സ്വീകരിച്ച് തിരിച്ചു വന്ന ആ മകന്റെ അടുത്തേക്ക് അപ്പൻ ഓടിച്ചെന്ന് എല്ലാം കൊടുത്ത് സ്വീകരിക്കുന്നു. അപ്പന്റെ ഔദാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ആ മകന്റെ ഒരു പ്രവൃത്തി ഒന്നുമല്ല, മകന്റെ പ്രവൃത്തി ഒന്നുമല്ലാതായി തീരുന്ന ഒരു ഇതാണ് അപ്പന്റെ ആ ഓടിച്ചെല്ലലും കെട്ടിപ്പിടിക്കലും ഒക്കെ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ആ അപ്പന്റെ മേലങ്കി നമ്മള് ഒരു
ചിത്രം ഉണ്ടായിരുന്നു. ഞാനത് കുറേ നാൾ സൂക്ഷിച്ചായിരുന്നു. അതായത് അപ്പൻ മകനെ ധൂർത്തപുത്രനെ തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ആ കെട്ടിപ്പിടിക്കലില് അപ്പന്റെ മേലങ്കി കൊണ്ട് ഈ മകൻ പൊതിയപ്പെടുക. എന്നിട്ട് അപ്പന്റെ രണ്ട് കൈകളും മകന്റെ മുതുകത്ത് മകന്റെ പുറത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ട് ആ രണ്ട് കൈകളിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും രണ്ട് കരങ്ങളും വ്യത്യസ്തമായ കരങ്ങളാണ്. ഒന്ന് പുരുഷന്റെ കരം, ഒന്ന് സ്ത്രീയുടെ കരം. അതായത് ഒരു പിതാവിന്റെയും അമ്മയുടെയും സ്നേഹത്തോടു കൂടെ, അതായത് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ തിരിച്ചെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഔദാര്യം നമ്മള് ഇവിടെ പറയേണ്ട കാര്യമല്ലായിരുന്നു, പക്ഷെ ഇത് എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവത്തിന്റെ ഔദാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നമുക്ക് എത്ര പറഞ്ഞാല് ഈ ദൈവത്തിന്റെ ഔദാര്യതയെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു തരട്ടെ. ആ ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹത്തിന്റെ ഔദാര്യത നമുക്ക് ബോധ്യപ്പെടാനായിട്ടൊന്നും നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ ഇത് ആരെങ്കിലും വായിക്കുമോ? നമ്മുടെ അയോഗ്യത ദൈവം നമ്മോട് കാണിക്കുന്ന മഹാകരുണയ്ക്ക് നാം ഏറ്റവും അയോഗ്യരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഓർത്തു നൽകിയ ഓരോ നന്മകൾക്കും ഒരിക്കലും വേണ്ട വിധം ദൈവത്തിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന അവബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ദൈവത്തിന്റെ മഹാകരുണയ്ക്ക് മുമ്പില് നമ്മുടെ നന്ദി ഒന്നുമില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് ചിന്തിക്കാൻ പറ്റണമെന്ന്. അടുത്തത് നിങ്ങളുടെ വായിച്ചോളൂ. ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള ധ്യാനം നമ്മുടെ മാതൃവാനായ രക്ഷകന്റെ ഏറ്റവും പരിശുദ്ധമായ ജീവിതത്തെയും അവിടുന്ന് സഹിച്ച പീഡകളെയും മരണത്തെയും കുറിച്ചുള്ള വേദനയും കയ്പ് നിറഞ്ഞ ഹൃദയവും മനസ്സും കൊണ്ടുള്ള ആഴമായ ധ്യാനത്തിലൂടെ അല്ലാതെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് എത്താൻ ആർക്കും സാധിക്കുകയില്ല. നിരന്തരമായ ഈ ധ്യാനം ആസ്വാദ്യകരമാണ്. നമ്മുടെ അതിക്രമങ്ങൾക്കും അപരാധങ്ങൾക്കും പകരമായി ദൈവം നമ്മോട് കാണിക്കുന്ന മഹാകരുണയും വിശ്വസ്തതയും സ്നേഹവുമെല്ലാം ഒരു നിമിഷ നേരത്തേക്ക് പോലും മറക്കുക എന്നതിനെക്കുറിച്ച് നാം അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ പറയുവാണ്, നമ്മുടെ ഈ ദൈവത്തിന്റെ ഔദാര്യം അതിന്റെ മൂർച്ചയിൽ വെളിപ്പെടുന്നത് അവിടുത്തെ പീഡാസഹനത്തിലും മരണത്തിലുമാണ്. നമുക്കറിയാം, രക്ഷകൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് പീഡകൾ സഹിച്ച് മരിച്ചു. ആ ഓർമ്മ ആ ഓർമ്മയാണ് നമ്മെ നിലനിർത്തുന്നത്. അതായത് ആ ഓർമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കരുത് എന്നും ഇങ്ങനെ എൻ്റെ ദൈവമേ ഈശോയുടെ പീഡാസഹനം എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല പറയുന്നത്. ഈ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഉള്ളില് സ്നേഹമായിട്ട് വിരിയണം. അതായത് എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി ഓരോ നിമിഷവും കാത്തിരിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി ഞാൻ അടികൊള്ളാതിരിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ശരീരത്തിൽ അടികൾ സ്വീകരിച്ചു. ഞാൻ ബലഹീനനാകാതിരിക്കാൻ വേണ്ടി ദൈവം പൂർണ്ണമായും ബലഹീനനായി. ഞാൻ എൻ്റെ പാപത്തിൻ്റെ ചെളിക്കുണ്ടില് വീണു പോവാതിരിക്കാൻ ദൈവം ആ പാപത്തിന്റെ ചെളിക്കൊണ്ട് തൻ്റെ രക്തം കൊണ്ട് കഴുകി എന്നെ പൊന്നുപോലെയാക്കി. അതായത് കൽക്കരിക്കട്ട പോലെ ആയിരുന്ന എന്നെ ദൈവം ഒരു മുത്താക്കി മാറ്റി ദൈവത്തിന്റെ സ്നേഹത്തിൽ. കാരണം എൻ്റെ വില ഒന്നുമല്ലായിരുന്നു, പാപത്തിന്റെ സ്വാധീനത്തിലിരുന്നത്. പക്ഷെ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി അർപ്പിച്ച ആ ബലിയുടെ ആ യാഗത്തിന്റെ യോഗ്യതയാല് എനിക്ക് ദൈവത്തോളം വില വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്
കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ഒരിക്കലും പറയുന്നത്. പകരച്ചൻ പറയുന്നത് ആ ആ ഓർമ്മ, എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച്, എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി സ്വയം ഇല്ലാതായി, എനിക്ക് വേണ്ടി ഇന്ന് സക്രാരിയിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഒരു ദൈവം, അതായത് എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സാധാരണ മനുഷ്യനല്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ നിങ്ങളൊക്കെ കുടുംബ ജീവിതത്തിലൊക്കെ ഉള്ളവരാണ്. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച്, അതായത് അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച്, അവരൊക്കെ നിങ്ങളെ കുറിച്ച് ഭയങ്കര സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള ഓർമ്മ തന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിയാൽ മതി എന്നുള്ള ചിന്ത, അതായത് ജീവിക്കാൻ പ്രേരിപ്പിക്കും. അപ്പം ദൈവം തന്നെ എനിക്ക് വേണ്ടി എല്ലാം, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എന്നെ വാരി പുണരാൻ വേണ്ടി കൊതിക്കുന്ന എൻ്റെ ദൈവം എനിക്കുണ്ട്. അതായത് എല്ലാം ചെയ്യാൻ, എന്നെ ശക്തനാക്കുന്നവനോട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നു. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അത്രയ്ക്കും ശക്തനായ എൻ്റെ ദൈവം, കർത്താവാണ് എൻ്റെ ഇടയൻ. ഇന്ന് നമ്മളെ നല്ല ഇടയൻ്റെ ഞായർ ആഘോഷിച്ചായിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ ചില മറ്റ് റൈറ്റുകളിൽ അതല്ലായിരുന്നായിരിക്കും. അപ്പം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പം എനിക്ക് ഒന്നിനും ഭയമില്ല. ആ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മളെ ഈ ദൈവത്തിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മളെ നയിക്കുന്നത്. ആ ഒരു ബോധ്യത്തെക്കാൾ കൂടുതൽ ആ ഒരു വൻ വിക്ടറി, വലിയ വിജയം, എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നു. ആ ഒരു ധ്യാനത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസാന്തരത്തിനുള്ള കൃപ ലഭിക്കുമെന്ന് അച്ഛൻ പറയുവാണ്. ഓക്കെ, 4-ാമത്തെ നമ്പർ വായിച്ചോളൂ. തടസ്സങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ. നമ്മുടെ മനസ്സിനെ ഈ ധ്യാനത്തിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രമാക്കുകയും ധ്യാനത്തിനായി സഹായിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാനും, അതോടൊപ്പം നാം തന്നെ എന്തെങ്കിലും ഭക്ത അഭ്യാസങ്ങൾ പരിശീലിക്കാതെ എല്ലാം ദൈവമഹത്വത്തിനും മഹാമഹിമയ്ക്കുമായി ചെയ്യാനും പരിശ്രമിക്കണം. ഓക്കെ, ഇവിടെ പറയാണ്, അതായത് ഈ ഓർമ്മ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പീഡകൾ ഏറ്റെടുത്തു, എന്നെ മോചിപ്പിച്ചു, എന്നെ രക്ഷിച്ചു. ഈ ഓർമ്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയും. അതായത് നമുക്ക് ശരിക്കും ദൈവം ആരാണ്, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യവും അതേസമയം നമ്മുടെ ഇല്ലായ്മയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക, ഛർദിയിലേക്ക് നോക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ പാപങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് ആരെങ്കിലും ഛർദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഛർദിയിലേക്ക് നമ്മൾ ഏതൊരു ഇതിലൂടെ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ അത്രയും ഇതിലേക്ക് വരാറില്ലല്ലോ. ചിലപ്പോഴെങ്കിലും നമ്മൾ പാപത്തിന്റെ സുഖങ്ങൾ ഉപേക്ഷിച്ചാലും, അതായത് പ്രവൃത്തിയാ ഉപേക്ഷിച്ചാലും, നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അടുപ്പം ഉണ്ടാവും. ഒരു ചെറിയ, അതായത് അത് വന്നുകൊണ്ടല്ലേ, അത് മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റും. അതായത് അങ്ങനെ അതിനോട് ചേരാനുള്ള ഒരല്പം അടുപ്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. പാപത്തെ ഒരു ഛർദി എന്ന പോലെ ഉപേക്ഷിക്കാനായിട്ട്, അതായത് അതിലേക്ക് നോക്കാൻ പോലും ആഗ്രഹിക്കാതെ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അത്രയും വെറുപ്പോടെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ ധ്യാനത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. 5-ാമത്തെ ഇങ്ങോട്ട് വായിച്ചോ സിജോ. ദൈവത്തിന് തന്നെ സമർപ്പിക്കലും നമ്മെ ഒരു സമ്മാനമായി കൊടുക്കലും. വളരെ സ്നേഹത്തോടെ യേശുക്രിസ്തുവിന്റെയും അവിടുത്തെ വിശുദ്ധരുടെയും കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് സ്വതന്ത്രമായി ദൈവത്തിന് നമ്മെ സമർപ്പിക്കുകയും അവിടുത്തെ തിരുമനസ്സിന് ഇഷ്ടപ്പെടും വിധത്തിൽ ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ദാനമായി ദൈവ മുമ്പിൽ കൊടുക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാപനിമിത്തം നാം നശിപ്പിച്ചവയെല്ലാം അവിടുന്ന് നമ്മിൽ പുനഃസൃഷ്ടിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നാം നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി
ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം അനുസരണക്കേടിന്റെ പാപത്തിൽ ദൈവത്തിൽ നിന്നും എത്രയ്ക്ക് മറുതലിച്ചു നിന്നോ അതിനേക്കാൾ കൂടുതലായി അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ തന്നെ ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുമെന്ന് ആത്മവിശ്വാസത്തിലായിരിക്കുകയും നമ്മുടെ ഓരോ ആവശ്യത്തിലും നമ്മെ സഹായിക്കുകയും ചെയ്യും. കാരണം ഇനിമേൽ അവിടുത്തെ അനുസരിക്കുകയും പൂർണ്ണമായി അവിടുത്തെ സേവനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ മാനസാന്തരത്തിന്റെയൊക്കെ അവസാനത്തെ പ്രവൃത്തിയെ കുറിച്ച് പകനീച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മെ തന്നെ ഒരു സമ്മാനമായിട്ട്, അതായത് നമുക്കൊരു സമ്മാനമാണ്, ദൈവം തന്ന സമ്മാനമാണ് നമ്മുടെ ജീവിതം. ആ ഒരു സമ്മാനത്തെ സ്വീകരിച്ചുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അത് തിരിച്ചു കൊടുക്കുക. ശരിക്കും പരിശുദ്ധ കുർബാനയിലൊക്കെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ഓരോ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നമ്മുടെ ദാനങ്ങൾ, അതായത് ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ് ആ അപ്പത്തിനോടും വീഞ്ഞിനോടും ഒപ്പം ആ കാസയിലും പിലാസയിലും നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്. അതായത് നമ്മുടെ ജീവിതം നമ്മൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒത്തിരി വീഡിയോസ് ഒക്കെ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. അതായത് കുർബാന സമയത്ത്, കാഴ്ചവെപ്പിന്റെ സമയത്ത് കരഞ്ഞുകൊണ്ട് പോകുന്ന മാലാഖമാരെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? ഇല്ല. അതായത് ഈ നമ്മൾ പരിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോഴേക്കും രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴത്തേക്കും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയോ ഈ പള്ളിയുടെ നടുക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാന്ന്? അച്ഛന് നടന്നു പോകാനാ? എന്തിനായിരിക്കും? ഓക്കെ. മാലാഖമാർക്കും വിശുദ്ധർക്കും ഒക്കെയുള്ള സ്ഥലമാണ് അൾത്താരയിലുള്ള സ്ഥലം. താഴെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നടുക്ക് കുറെ സ്പേസ് ഇട്ടിരിക്കുന്നത് ചേച്ചി പറഞ്ഞതുപോലെ ശുദ്ധീകരണ ആത്മാക്കൾ വന്ന് നമ്മളോട് എനിക്ക് വേണ്ടി എന്നെ ഓർത്ത് ബലിയർപ്പിക്കൂ എന്ന് ചോദിക്കാനായിട്ട് ഒരുപാട് ശുദ്ധീകരണ ആത്മാക്കൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ പള്ളിയിലുള്ള ആ നടുക്കുള്ള സ്ഥലം. അത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോഴേക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ശുദ്ധീകരണാത്മാക്കൾ, അത് നമ്മുടെ മക്കളോ അപ്പനോ പെട്ടെന്നുള്ള തലമുറ തന്നെയാണോന്നില്ല, ചിലപ്പോൾ 10-20 തലമുറയ്ക്ക് മുന്നേ ഉള്ളവരാവാം, അല്ലെങ്കിൽ നമ്മളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടവരാവും. അവരുടെയൊക്കെ ആത്മാക്കൾ അവിടെ നമുക്ക് വേണ്ടി, അതായത് നമ്മളോട് ചോദിക്കും, പ്ലീസ് ദയവ് ചെയ്ത് ഈ ബലി എനിക്ക് വേണ്ടി അർപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ ബലിയിലും പങ്കെടുക്കും എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ അല്ലാത്ത, അതായത് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളും അവിടെ ദൈവത്തിന്റെ നിയോഗപ്രകാരം അവിടെ വരും ഈ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. അതായത് ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കാരണം ഈ ശുദ്ധീകരണ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരം പോലെ, വെയിൽ കൊള്ളും, മഴ കൊള്ളും, ചൂട് കൊള്ളും, തണുപ്പ് കൊള്ളും, എല്ലാം കൊണ്ട് അവിടെ നിൽക്കും. അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു ജപമാല അർപ്പണം, നമ്മുടെ ഒരു പരിശുദ്ധ ബലിയിലുള്ള അതാണ് അവരുടെ ശക്തി. ഇനി നമ്മളുടെ പ്രാർത്ഥന മൂലം ഈ ശുദ്ധീകരണ ആത്മാക്കള് സ്വർഗത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ശക്തിപ്പെടാനായിട്ട് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൃപകളെ സ്വീകരിക്കാനുള്ള സമയം. അത് കൃപകളെ സ്വീകരിക്കാനുള്ള സമയവുമാകാം, കൃപകളെ തടസ്സപ്പെടുത്താനുള്ള സമയവുമാകാം.
അതായത് നമ്മളുടെ പ്രവർത്തനം മൂലം നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് കൃപകളെ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൃപകളെ തടസ്സപ്പെടുത്താം. അത് ഒരപ്പൻ തൻ്റെ പ്രവർത്തനം മൂലം, തൻ്റെ ജീവിതം മൂലം ആ കുടുംബത്തിലേക്കുള്ള, അതായത് കുടുംബത്തിന്റെ വരും തലമുറയിലേക്കുള്ള കൃപകൾ വരെ തടസ്സപ്പെടുത്താം. ഒരമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്, അതായത് നമുക്ക് എല്ലാവർക്കും കാവൽമാലാഖമാരുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മരിയ സിമ്മ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ലേഡി 2008 മരിച്ചു. അവർക്ക് ഇങ്ങനെ ശുദ്ധീകരണ ആത്മാക്കള് അവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥനകൾ ചോദിക്കാറുണ്ട്. അവര് ഒരുപാട് ആത്മാക്കളെ അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം ആ സ്ത്രീ ആ അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെ, ആ അമ്മച്ചി പറഞ്ഞ അനുസരിച്ച് എനിക്ക് ആ അമ്മച്ചി പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ചിലർക്ക് എല്ലാവർക്കും ഒരു കാവൽമാലാഖയുണ്ട്. വൈദികർക്കും സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനും 2 കാവൽമാലാഖമാർ വീതം ഉണ്ടെന്ന്. എന്തോ ആട്ടെ, എനിക്കതാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. ഞാനപ്പോൾ 2 കാവൽമാലാഖമാരോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതായത് അവരോട് നന്ദി പറയാൻ തുടങ്ങി. പിന്നെ മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കൊക്കെ കൂടുതൽ കാവൽമാലാഖമാരുണ്ട്. കാരണം അവരുടെയൊക്കെ ദൗത്യം അതിനേക്കാൾ വലുതാണല്ലോ. അപ്പൊ എന്നിട്ട് ഈ കാവൽമാലാഖമാര് ആണ് കാഴ്ചകളുമായിട്ട് നമ്മളെ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും ഈ കാവൽമാലാഖമാര് അവിടെ നമ്മുടെ കൂടെ തന്നെ ബലി അർപ്പിക്കാനായിട്ട് പള്ളിയിൽ നിൽക്കും. അപ്പൊ ഇവർക്ക് ആക്സസ് ഉണ്ട് അൾത്താരയിലേക്ക്. കാവൽമാലാഖമാർക്ക് അൾത്താരയിലേക്ക് അവരുടെ കാഴ്ചകൾ കൊണ്ടു കൊടുക്കാം. ഈ അവരുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ കാഴ്ചകളൊന്നുമില്ലെന്നോ, എൻ്റെ കാവൽമാലാഖയ്ക്ക് ഞാൻ കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഉള്ളത്. അപ്പൊ ഞാൻ കൊണ്ടുപോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകുന്ന പൈസയോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന ഇതൊന്നുമല്ല. എൻ്റെ ഏറ്റവും ആദ്യത്തെ കാഴ്ച ഞാൻ തന്നെ, എൻ്റെ ജീവിതം, ഞാനുമായി ബന്ധപ്പെട്ടവരുടെ നിയോഗങ്ങള്, ഞാനുമായിട്ട് നന്നായിട്ടിരിക്കുന്നവര്, ഞാനുമായിട്ട് ചീത്തയായിട്ടിരിക്കുന്നവര്, ഇതെല്ലാം അതായത് സമർപ്പിക്കാനൊന്നുമില്ലാതെ എന്താണ് ദാവീദ് പറഞ്ഞില്ലേ, ദാവീദ് അരവന എന്താണ് അയാളോട് പറഞ്ഞില്ലേ, എനിക്ക് ഒരു എന്താണ് എനിക്ക് ചെലവില്ലാത്ത, അതെ, എനിക്കൊരു ചെലവില്ലാത്ത ഒരു ബലി ഞാൻ എൻ്റെ ദൈവത്തെ അർപ്പിക്കുകയില്ല. അതായത് ഞാൻ ഇങ്ങനെ ആരുടെയെങ്കിലും ഹോസ്റ്റലിൽ പോയി കുർബാനയും കൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടൂല. പക്ഷെ ആ ബലിയർപ്പണത്തിന്റെ നമ്മൾ ഓരോ ദിവസവും ബലി അർപ്പിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ദൈവത്തിന് കൊടുക്കാനായിട്ട്, നമ്മുടെ കാവൽമാലാഖനെ കയ്യിലേക്ക് ഏൽപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ബലിവസ്തു ഉണ്ടാവണം. അത് നമ്മൾ ബോധപൂർവം ചെയ്യണം, ബോധപൂർവം. അതായത് ഞാനൊരു ബലിവസ്തുവുമായിട്ടാണ്, ഒന്നിലധികമോ ഇഷ്ടംപോലെ ബലിവസ്തുക്കളുമായിട്ടാണ് നമ്മൾ ബലിയർപ്പണത്തിന് ചെല്ലേണ്ടത്. അപ്പൊ ഈ കാഴ്ച അർപ്പണത്തിന്റെ സമയത്ത് ഇങ്ങനെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈസ ഇടുന്ന പാത്രം അത് കൊണ്ടുപോകുന്നത് പോലും അതും ഒരു പ്രദക്ഷിണമാണ്, കാഴ്ച അർപ്പണത്തിന്റെ പ്രദക്ഷിണമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ചില സ്ഥലത്ത് വീഞ്ഞും ഓസ്തിയും ഒക്കെ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റു കാഴ്ച വസ്തുക്കൾ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മള് എന്താണ് ഇത് അതിന്റെ ഒരു പ്രകടനമായിട്ട് കാണിക്കുന്നതാണ്, സാദൃശ്യത്തിൽ കാണിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള പ്രദക്ഷിണം അവിടെ നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖമാര് നമ്മൾ കൊടുത്തിരിക്കുന്ന, അതായത് ബലി അർപ്പിക്കാൻ നമ്മൾ അവിടെ ആയിരിക്കുന്നവർ കൊടുത്തിരിക്കുന്ന ആ കാഴ്ച വസ്തുക്കളുമായിട്ടുള്ള അൾത്താരേക്കുള്ള യാത്രയാണ്. അപ്പൊ ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോയിൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കുറേ മാലാഖമാര് കരഞ്ഞുകൊണ്ടാണ് അൾത്താരയിലേക്ക് ചെല്ലുന്നത്. കാരണം അവർക്ക് ഒന്നുമില്ല കാഴ്ച വയ്ക്കാൻ. കാഴ്ച അർപ്പിക്കാതെ എങ്ങനെയാണ് ബലിയർപ്പണം നടക്കുന്നത്? ബലി അർപ്പിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു കാഴ്ച വസ്തു വേണ്ടേ?
ഈശോയാണ് അവിടുത്തെ കാഴ്ച വസ്തു തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഈശോയോട് കൂടെ ബലിയർപ്പിക്കുമ്പോഴേക്കും ഞാൻ എന്താണ് അവിടെ അർപ്പിക്കുന്നത്? അപ്പം ശരിക്കും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുവാണെങ്കിൽ നമ്മുടെ ബലിയർപ്പണം കുറെ കൂടെ അർത്ഥവത്താവും എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബലിയും ഓരോ അനുഭവമായിട്ട് തീരും. നമ്മുടെ പല നിയോഗങ്ങളും എത്ര ബലിയർപ്പിച്ചിട്ടും നടക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലിയർപ്പണത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാറ്റിൻ റൈറ്റ് ആണ് നന്നായിട്ട് അറിയാവുന്നത്, അതുകൊണ്ട് ഞാൻ ലാറ്റിൻ റൈറ്റിനെ കുറിച്ച് പറയുന്നു. നമ്മളെ ആദ്യത്തെ ആ ഒരു വിശുദ്ധ ബലിയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളൊരു അനുരഞ്ജന ശുശ്രൂഷയുണ്ട്. എൻ്റെ ദൈവവുമായിട്ടും എൻ്റെ സഹോദരങ്ങളുമായിട്ടും ഞാൻ അനുരഞ്ജനപ്പെട്ടിട്ട്, അതായത് ഞാൻ എന്ന വ്യക്തി ദൈവത്തിൻ്റെ മകനോ മകളോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങൾ ഇവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. അല്ലാണ്ട് ഇതിൽ രണ്ടുപേര് അവിടെ അതെൻ്റെ സഹോദരങ്ങളല്ല, അപ്പുറത്ത് അവര് ആരൊക്കെയോ അവരൊന്നും എൻ്റെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാൻ പറ്റൂല. അപ്പം അനുരഞ്ജന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് വചനം സ്വീകരിക്കുക. നമ്മളെ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഇതിൽ നിന്ന് മാറിപ്പോവാണ്. ശരിക്കും വചനം സ്വീകരിക്കുക എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, എൻ്റെ സ്നേഹം നിങ്ങളിൽ നിലനിൽക്കും. ഈശോയുടെ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഈശോയുടെ കൽപ്പന നമ്മൾ പാലിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം തുടങ്ങി കർത്താവിൻ്റെ ചങ്ക് പറിച്ച് കൈ തന്നുകൊണ്ട് നമ്മളോട് കാര്യങ്ങൾ പറയുക. ശരിക്കും യോഹന്നാന്റെ സുവിശേഷം മൊത്തം അങ്ങനെയാണ്, പക്ഷെ പ്രത്യേകമായിട്ട് 13-ാമത്തെ അധ്യായം തുടങ്ങി 17-ാമത്തെ അധ്യായം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈശോയുടെ തിരുഹൃദയത്തില് ഈശോയുടെ ചങ്ക് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇല്ലേ, ഞാൻ അതും ഓർക്കാറുണ്ട്. കാരണം ഈശോ ആ കൈ പിടിച്ചോണ്ട് നിന്നിട്ടാ പറയുന്നത് മുഴുവൻ, ചങ്കെടുത്ത് പിടിച്ചിട്ടാ പറയുന്നത് ഇതെല്ലാം. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും, എൻ്റെ വചനം പാലിക്കുന്നവൻ എന്നോടുകൂടെ എന്നിൽ വസിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ ഭാഗം വചനം സ്വീകരിക്കില്ല, വചനത്തിന്റെ ഒരു അത്താഴമാണ് ആദ്യം നടക്കുന്നത്. ഈ വചനം സുവിശേഷത്തിൽ നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ തന്നെയാണ് സുവിശേഷത്തിൽ വരുന്നത്. അപ്പം ആ വചനമാകുന്ന ഈശോയെ ആദ്യം സ്വീകരിക്കണം. ഈ വചനമാകുന്ന ഈശോയെ ആദ്യം സ്വീകരിക്കുമ്പോഴേക്കുമാണ് വചനം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈശോ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വചനം ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിന്റെ, അതായത് നമ്മളെ പൂർണ്ണമായിട്ടും വിവേചിച്ചറിയാനായിട്ട് വചനം നമ്മെ സഹായിക്കും. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് ആ വചനം കണ്ണാടിയാണ്. വചനം തന്നെ പറയാം, വചനം കണ്ണാടിയാണ്. ആ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് നമ്മൾ ആരാണെന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്നും കണ്ണാടി നോക്കുന്നവരായതുകൊണ്ട് നമ്മൾ കണ്ണാടി നോക്കിയാലും ചിലപ്പോൾ മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയേക്കും, പക്ഷെ വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ കണ്ണാടി നോക്കി ഇറങ്ങിപ്പോവും. അതായത് എന്നും കാണുന്ന രൂപമായത് കാരണം ഇത് തന്നെയാണ് ശരിക്കും പരിശുദ്ധ ബലിയിലും നമ്മൾ ചെയ്യുന്ന. വചനത്തിന്റെ മുന്നിൽ വചനം നമ്മളെ കീറി മുറിക്കാൻ, അല്ലെങ്കിൽ വചനം നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. അപ്പം ഈ വചനം നമ്മളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരിശുദ്ധ ബലിയിൽ നമുക്ക് അവിടെ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും ദൈവസന്നിധിയിൽ. അതായത് ഈ പരിശുദ്ധ ബലിയിൽ ഈ വചനത്തിലൂടെ എന്നിലേക്ക് വന്ന ഈശോ
എന്നെ ഉണർത്തും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർബാനയ്ക്ക് പോകും, നമ്മൾ കൈയൊക്കെ കൂപ്പി നിന്ന് കുർബാനയൊക്കെ കൂടും, വചനവും കേൾക്കും, മിശിഹായ്ക്ക് സ്തുതിയും എല്ലാ സ്തുതിയും പറയും. പക്ഷെ വചനം മാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് ഭാഗമാണ് കേട്ടത് അത് കൃത്യമായിട്ട് വാക്കുകളൊന്നും പറയണ്ട, പക്ഷെ ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്ന ആ വചനം, അതായത് ഇന്ന് എൻ്റെ ഈശോ ഏത് ഏത് വചനത്തിലൂടെ ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിവിടെ 3 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഞങ്ങൾ തലേ ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നൈറ്റ് പ്രേയറിൻ്റെ സമയത്ത് പിറ്റേ ദിവസത്തെ സുവിശേഷം വായിക്കും. സുവിശേഷം വായിച്ച് അപ്പം തന്നെ ഓരോരുത്തർ അതിൽ നിന്ന് ഒരു വാക്യം സ്വീകരിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിചിന്തനവും ഒരു ചെറിയ പ്രാർത്ഥനയും നടത്തും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഒത്തിരി എന്നെ സഹായിച്ചു ആ കാര്യങ്ങൾ. കാരണം ആ വചനം എനിക്ക് പിറ്റേ ദിവസം രാവിലെ മെഡിറ്റേഷൻ ചെല്ലുമ്പോഴേക്കും ഓർമ്മയുണ്ട് ഏത് വചനമാണ്, അതായത് അന്നത്തെ സുവിശേഷം ഏതാണെന്ന്. കാരണം ആ സുവിശേഷം വായിച്ചിട്ട് എഴുന്നേറ്റ് പോവാതെ അതിൻ്റെ അടുത്ത് ഇരുന്നപ്പോഴേക്കും, അതായത് അടയിരിക്കുക എന്ന് പറയില്ലേ, ആ വചനത്തിൽ അടയിരുന്നപ്പോഴേക്കും നമുക്ക് ആ വചനം നമ്മുടെ ഉള്ളിൽ ജീവനായിത്തീരും. പരിശുദ്ധ അമ്മ അങ്ങനെയല്ലേ, അമ്മ വചനം മാംസമാക്കിയവളല്ലേ. അപ്പം നമുക്കും ആ ഒരു എന്താണ്, അപ്പം ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വചനത്തിൻ്റെ അത്താഴം സ്വീകരിക്കും. അതിനുശേഷം ആ ഉദ്ധിതനായ ഈശോയുടെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരിശുദ്ധ കുർബാനയും ഓരോ ധ്യാനം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഓരോ വർഷത്തിലൊരിക്കൽ കൂടുന്ന ധ്യാനത്തിന് ഓരോ ദിവസവും റിന്യൂ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ ബലിയും. അപ്പൊ ഇല്ല, സോറി, ഞാൻ ഇതൊക്കെ വിട്ടുപോയി. ഇപ്പൊ ഞാൻ 15 മിനിറ്റ്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? ഓക്കെ, 5-ാമത്തെ അധ്യായം ആരെങ്കിലും വായിക്കാൻ തുടങ്ങും? പൂർണ്ണ അനുതാപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ലക്ഷ്യത്തിൽ നിന്നുമാണ് എന്തിനു വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നുവോ അതിനുവേണ്ട ശക്തി സംഭരിക്കുന്നത്. ഇവിടെ എല്ലാത്തിന്റെയും ലക്ഷ്യം ദൈവമാണ്. ഓക്കെ, അടുത്തതോടെ വായിച്ചു. പ്രവൃത്തി. നാം എല്ലാം ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി അവിടുത്തെ ഇഷ്ടപ്രകാരവും അവിടുത്തേക്ക് പ്രീതികരമായ രീതിയിലാണ്. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം ഉന്നം വെച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും അതിലേക്ക് കേന്ദ്രീകരിക്കണം. കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഫലപ്രദമായി വിശദമായ ജീവിതം പരിശീലിക്കാൻ അത്യാവശ്യം വേണ്ടത് എല്ലാ നന്മയും നിത്യമായ ദൈവത്തെ നിരന്തരം ശക്തമായ ഇച്ഛാശക്തിയോടെ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയുമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിൻ്റെയൊക്കെ അതായത് കാതൽ ഇതാണ്, ദൈവമാണ് ലക്ഷ്യം. ദൈവമാണ് ലക്ഷ്യം എന്ന് പറയുമ്പോഴേക്കും ദൈവം എൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, ബാക്കിയെല്ലാം, അതായത് എൻ്റെ ഈശോ എൻ്റേതും ഞാൻ എൻ്റെ ഈശോയുടേതും. ആ ഒരൊറ്റ ബോധ്യത്തിൽ, ആ ഒരൊറ്റ ഫീലിങ്ങിൽ, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. ഏറ്റവും ഫലപ്രദമായ, കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഫലപ്രദമായി വിശുദ്ധ ജീവിതം പരിശീലിക്കാൻ അത്യാവശ്യം വേണ്ടത് എല്ലാ നന്മയും നിത്യതയുമായ ദൈവത്തെ നിരന്തരം ശക്തമായ ഇച്ഛാശക്തിയോടെ ആഗ്രഹിക്കുക, അഭിലഷിക്കുക. ഈ ഇച്ഛാശക്തിയോടെ ആഗ്രഹിക്കുക, അഭിലഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനുഷ്യരായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ പറയാൻ പറ്റും, എനിക്കിങ്ങനെ എൻ്റെ ഈശോനെ എന്തൊരു സ്നേഹമാണെന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ പോയി തെറ്റ് ചെയ്യും. അത് സാധാരണമാണ്. പക്ഷെ നമുക്കുള്ള ആഗ്രഹം അതാണ്. നമ്മൾ തെറ്റ് ചെയ്താലും നമുക്കറിയാം, തെറ്റ് ചെയ്ത് എൻ്റെ ഈശോയെ സോറി, ഞാനത് വിചാരിച്ചില്ല, നിന്നെ വേദനിപ്പിക്കണം, നിന്നെ ഇത് വേദനിപ്പിച്ചല്ലേ, സോറി ഈശോയെ. പക്ഷെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതായത് നിരന്തരം ഈശോ
എല്ലായിടത്തും ഈശോ, എല്ലായിടത്തും ഈശോ, എല്ലായിടത്തും ദൈവം. ഈ ആ ഒരു സ്നേഹത്തിന്റെ ആ ഇച്ഛാശക്തി, മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മഹത്തായ ദാനമാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. പട്ടിക്കും പൂച്ചക്കും ഒന്നും അത് കൊടുത്തിട്ടില്ല. അവർക്കൊക്കെ ജീവനുണ്ട്, അവർക്കൊക്കെ കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ ഇച്ഛാശക്തി, തീരുമാനം എടുക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഇഷ്ടത്തിനെയും അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ദൈവം നമുക്കാണ്, മനുഷ്യനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുവാണ്, ഈ നിരന്തരം ശക്തമായ ഇച്ഛാശക്തിയോടെ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അയ്യോ ഇനിയിപ്പോ തെറ്റിപ്പോയി, ഇനി എന്നാ പിന്നെ അങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെയല്ല. അത് തെറ്റ് ചെയ്യുന്നത്. നമ്മള് അപ്പൊ ഈശോനെ കുരിശുമായിട്ട് ഈശോന്റെ കൂടെ നടന്ന് വീണ് കഴിഞ്ഞിട്ട് എഴുന്നേക്കാതെ അവിടെ തന്നെ കിടക്കുന്ന ടീമായി പോകും. അങ്ങനെയല്ല, നമ്മൾ അവിടെ നിന്ന് എഴുന്നേക്കണം. നമ്മൾ തെറ്റിപ്പോയി, ഓക്കെ, ഈശോ അവിടെ നമ്മൾ കൈ തന്ന് എഴുന്നേപ്പിക്കുകയല്ലേ. നമ്മൾ എഴുന്നേറ്റ് വീണ്ടും നടക്കും, വീണ്ടും വീഴുമായിരിക്കും, വീണ്ടും വീഴും. അവിടെ നിന്ന് വീണ്ടും എഴുന്നേക്കും. എന്നിട്ട് ഈശോനോട് പറയും, സോറി ഈശോയെ, എനിക്ക് പറ്റുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ പുറകെ വരും. ഈ ഒരു ഇച്ഛാശക്തി, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അടുത്തത് വായിച്ചോളൂ. ആരെങ്കിലും വായിക്കുമോ? നിരന്തരമായ ആഗ്രഹം. ഈ നിരന്തരമായ ആഗ്രഹം നമ്മളിൽ വളർത്തുന്നത് നാം ദൈവത്തെ ആഗ്രഹിക്കുന്ന അളവിൽ തന്നെയാണ്. അവിശ്രാന്തമായ ആ ആഗ്രഹമായിരിക്കും നമ്മെ ചലിപ്പിക്കുന്നത്. ജീവിത ലക്ഷ്യം ദൈവത്തെ പ്രീതിപ്പെടുത്തൽ. നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, ഓർമ്മ, ബുദ്ധി, ഇച്ഛാശക്തി ഇവ കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ദുശീലങ്ങൾ നീക്കി നഷ്ടപ്പെട്ടു പോയ നമ്മിലെ ദൈവിക സാദൃശ്യവും ഛായയും പുനർസൃഷ്ടിക്കുമ്പോഴും ക്രിസ്തീയ പുണ്യങ്ങൾ സമ്പാദിക്കുമ്പോഴും നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കൃപകളും ദാനങ്ങളും അന്വേഷിക്കുമ്പോഴും എല്ലാം ദൈവത്തെ നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി അവിടത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ത്വര നമ്മളുണ്ട്. കാരണം ദൈവം അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും നാം അവ ചെയ്യുന്നതിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യുന്നു. ദൈവം അനന്തകാരുണ്യവാനും ദയാലുവും നന്മയും സ്നേഹവും മറ്റെല്ലാ പുണ്യങ്ങളുടെ സമ്പൂർണതയും ആകയാൽ നാം ഇവയെല്ലാം അവിടത്തേക്ക് വേണ്ടി ചെയ്യാൻ തക്ക വിധം അവിടുന്ന് യോഗ്യനുമാണ്. ഇത് നമ്മുടെ ആനന്ദവും ജീവിത സായുജ്യവും തരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ തിരിഹിതം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു എന്ന കാരണം കൊണ്ട് കൂടെയാണ്. നാം ഓരോന്ന് ചെയ്യുമ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യണം. കാരണം അതിനേക്കാൾ മെച്ചമായി മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അതിനാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ പുണ്യങ്ങളുടെ പാത നമ്മെ പഠിപ്പിക്കുകയും അവ വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ ആനന്ദം നമ്മൾ പൂർണ്ണമാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാണ് നമ്മുടെ ആനന്ദത്തിന്റെ പൂർണ്ണത. അപ്പൊ നമ്മൾ ഓർക്കുക, അപ്പൊ നമ്മളുടെ ഇഷ്ടമൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളുടെ ഇഷ്ടം ചെയ്യുമ്പോഴാണോ നമ്മള് പൂർണ്ണരാകുന്നത്? അങ്ങനെയല്ല. കാരണം നമ്മുടെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലാണ്. ദൈവത്തിന്റെ ഒരു അംശമാണ് നമ്മളിലേക്ക് ദൈവം ഇട്ട് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എവിടം വരെ നമുക്ക് എത്താൻ പറ്റും, ഇതെല്ലാം അറിയുന്നത് ദൈവത്തിനാണ്. കാരണം അവിടെ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാണ്ട് ഇങ്ങനെ തോന്നിയ പോലെ ഓരോന്നിനിങ്ങനെ അടിച്ചു വിടുകയല്ല ചെയ്തത്. കർത്താവിന് കൃത്യമായ പദ്ധതിയോടുകൂടെ നമ്മളെ ഓരോരുത്തരെയും ഇന്ന കഴിവുകൾ, ഇത്ര പൊക്കം, ഇത്ര വണ്ണം, ഇത്ര കളറ്, ഇത്ര സംസാരിക്കാനുള്ള കഴിവ്, ഇത്ര ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം, അതായത് നമ്മൾ ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ അതിൻ്റെ. അതായത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ
നമുക്ക് കിട്ടിയിരിക്കുന്നതിന്റെ ഒരു 15% മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് വേറൊരു കാര്യം. പക്ഷെ എങ്കിൽ പോലും ദൈവം ഇതെല്ലാം നമ്മൾക്ക് തന്നുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തിയാക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്, ദാ ഇവിടെ നോക്കൂ, നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, ഓർമ്മ, ബുദ്ധി, ഇച്ഛാശക്തി ഇവ കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും നമ്മിലെ ദുശീലങ്ങൾ നീക്കി നഷ്ടപ്പെട്ടു പോയ നമ്മിലെ ദൈവിക സാദൃശ്യവും ഛായയും പുനഃസൃഷ്ടിക്കുമ്പോഴും ക്രിസ്തീയ പുണ്യങ്ങൾ സമ്പാദിക്കുമ്പോഴും നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കൃപകളും ദാനങ്ങളും അന്വേഷിക്കുമ്പോഴും എല്ലാം ദൈവത്തെ നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി അവിടുത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ത്വര. അതായത് നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും എന്നെ സൃഷ്ടിച്ച, അതായത് എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, അവിടെ നിന്ന് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മള് ഇങ്ങനെ ചടച്ച് വിഷമിച്ച് വേദനിച്ചിരിക്കണം എന്നല്ല. കർത്താവ് പറയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. നിങ്ങളിൽ സന്തോഷം ഉണ്ടാവുകയും നിങ്ങളുടെ ആ സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തണം. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവൻ പൂർണ്ണതയിൽ ഉണ്ടാകുവാനും ഇതെല്ലാം പൂർണ്ണതയിൽ തരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഡിറക്ഷൻ. എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എൻ്റെ ദൈവം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് ഇതേക്കുറിച്ച് എല്ലാം സന്തോഷമാണ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതം കാണുമ്പോൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് മാത്രമായിരിക്കണം നമ്മുടെ ഏക ഓറിയന്റേഷൻ എന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിച്ച് തരുവാണ്. നമ്മളെ സമയം അതിക്രമിച്ചുകൊണ്ട് ഈ അവസാനത്തെ ഒരു ഭാഗവും കൂടെ പെട്ടെന്ന് വായിച്ചിട്ട് തീർക്കാം. ഓക്കെ, ആരെങ്കിലും ഒന്ന് വായിക്കോ? ദൈവത്തിന്റെ ആനന്ദം നമ്മിലുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുമ്പോഴല്ലാതെ മറ്റൊരു വിധത്തിലും നമുക്ക് അവിടുത്തെ പ്രസാദിപ്പിക്കാനാവില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ ആനന്ദം നമ്മിലുണ്ടാവുക എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. അതിനാൽ നമ്മുടെ ലൗകികവും ആത്മീയവുമായ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന് പ്രിയപ്പെട്ടവ മാത്രം ഫലപ്രദമായി ചെയ്യാൻ നാം പരിശ്രമിക്കണം. മറ്റൊരു ലക്ഷ്യവും നമ്മുടെ മഹത്വമോ പ്രശസ്തിയോ ഉപയോഗമോ ഒന്നും ഇതിനിടയിൽ കടന്നു വരാൻ അനുവദിക്കരുത്. ദൈവേഷ്ടം മാത്രം. കണ്ടിന്യൂ ചെയ്യും. ഇത് മാത്രം ചെയ്യാൻ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഇതാണ് അവിടുത്തേക്ക് ഇഷ്ടം. ഇതിലാണ് അവിടുത്തേക്ക് ആനന്ദം. അവിടുത്തെ മഹാനന്മയിൽ ഇതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അവസാനമായി നമ്മെ അവിടുത്തേക്ക് വേണ്ടി സൃഷ്ടിച്ചതും അവിടുത്തെ മഹനീയമായ ജീവിതവും പീഡാസഹനവും മരണവും നമ്മെ നിത്യശിക്ഷയുടെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ചതും അവിടുത്തെ സംതൃപ്തിക്ക് വേണ്ടിയും ദൈവത്തിന്റെ അനന്തവും മഹനീയവുമായ മഹാമനസ്കതയ്ക്ക് ഉതകുമിതവുമാണ് ദൈവത്തിന്റെ കരവേലയും അവിടുത്തെ പുണ്യങ്ങളുടെ പ്രതിഫലനവുമായ ഈ പ്രവൃത്തികളെല്ലാം അവിടുന്ന് മഹത്വപ്പെടാനാണ്. അവിടുത്തെ മഹത്വത്തിന്റെ വെളിപ്പെടുത്തലാണ് നമ്മുടെ മഹത്വവും ആനന്ദവും കുടികൊള്ളുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അവയുടെ നിയോഗങ്ങളും ദൈവഹിതമനുസരിച്ച് അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏറ്റവും യോഗ്യതയോടെ ചെയ്യണം. അതിന് അവിടുന്ന് ഏറ്റവും യോഗ്യനും ഓരോ കാര്യങ്ങളും അവിടുത്തേക്ക് പ്രീതികരമായി ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യവുമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മുടെയും മറ്റുള്ളവരുടെയും ഉപയോഗമോ ആവശ്യങ്ങളോ പരിഗണിക്കാതെ ഈ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ റിയലൈസേഷൻ വരുന്നത്. അവിടെയാണ് ഇത് നോക്കൂ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുമ്പോഴല്ലാതെ മറ്റൊരു വിധത്തിലും നമുക്ക് അവിടുത്തെ പ്രസാദിപ്പിക്കാനാവില്ല എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കരുത് നമ്മള് അടിമയെ പോലെ വേല ചെയ്യുന്ന അതൊന്നുമല്ല. ദൈവത്തിന് നമ്മള് കൂട്ടുകാരാ, ദൈവത്തിന് നമ്മള് ചങ്ക. അപ്പൊ
ആ ചങ്കായിട്ട് തന്നെ നിൽക്കണം. അത്രേ ഉള്ളൂ ദൈവത്തിന്റെ ആഗ്രഹം. അവിടുന്ന് പറയുവാണ് അവിടുത്തെ അവിടുത്തെ മഹത്വത്തിന്റെ വെളിപ്പെടുത്തലിലാണ് നമ്മുടെ മഹത്വവും ആനന്ദവും കുടികൊള്ളുന്നത്. നമ്മൾ ഓർക്കും നമ്മളിങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ദൈവം അങ്ങനെ കയറി പോവാണ്. നത്തിങ്. അതൊന്നുമല്ല, നമ്മളാണ് കയറുന്നത്. നമ്മളുടെ മഹത്വം വർദ്ധിക്കുന്നത്, നമ്മളാണ് ഉയരുന്നത്. കർത്താവിനെ നമ്മള് പൊക്കിയാലൊന്നും പൊങ്ങുന്നതല്ല കർത്താവ്. കാരണം കർത്താവ് നിറഞ്ഞു നിൽക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കർത്താവിന് നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോഴേക്കും അതിലൂടെ നമ്മുടെ മഹത്വവും ആനന്ദവുമാണ് അതിലൂടെ വർദ്ധിക്കുന്നത്. അതിലൂടെ നമ്മളാണ് കൂടുതൽ പളുങ്ക് പാത്രം പോലെ നമ്മളായിത്തീരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടി. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട്. സുഖമായിട്ടിരിക്കുന്നു. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു, കാരണം ഒറ്റക്ക് സാധാരണ ഒരു പകുതിയൊക്കെ പറയേണ്ടി വരുവാളായിരുന്നല്ലോ. പിന്നെ എല്ലാവരും തന്നെ വോയിസ് ഇടാൻ ഓർക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ 2-3 പേര് മാത്രമേ ഇട്ടുള്ളൂ. എല്ലാവർക്കും മടിയൊക്കെ പിടിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ഈ അലസത എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ്, കൊച്ചുങ്ങളെ തല്ലിയാൽ തീരുന്ന കാര്യമല്ല. അലസത ഒരു മൂലപാവമാണ് അല്ലേ സിജോ? ഒരു മൂലപാവം കൂടിയാണത്. അതിനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൂത്താലൊന്നും പോവില്ല. അതിങ്ങനെ കയറിയേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ തൂത്തൊന്നും കളയണ്ട, അതിനെ നമുക്ക് എടുത്തങ്ങ് പറിച്ച് കളയാൻ നോക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി നമുക്ക് ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ പോവാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബിജിനച്ച അച്ഛൻ ഒന്ന് ഞങ്ങൾക്ക് ആശീർവാദം തന്നിട്ട്. ഓക്കെ. സ്നേഹീശോയെ, ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും അതിനെ അതിജീവിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി